അപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം മെയ് 4 പുറത്തു വരുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാവേണ്ടതില്ല. ഇപ്പോൾ ചില മാധ്യമങ്ങളും UDF പ്രചരിപ്പിക്കുന്ന രീതിയിൽ UDF ഭരണത്തിലെത്തുന്ന സ്ഥിതി ഉണ്ടാവില്ല എന്ന് എല്ലാവർക്കും അറിയാം. അവർക്കിടയിലുള്ള തർക്കങ്ങൾ മെയ് 4 വരെ മാത്രമേ അതുമായി ബന്ധപ്പെട്ടുണ്ടാവുള്ളൂ എന്ന കാര്യവും ഞാൻ സൂചിപ്പിക്കുക. UDF തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രചരണം LDF BJPയുമായി അന്തർധാര ഉണ്ടാക്കിയിരിക്കുന്നു എന്നതായിരുന്നു. എന്നാൽ അതിൻ്റെ നിജസ്ഥിതി ഇപ്പോൾ കുറേശ്ശെയായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. വോട്ട് എണ്ണി കഴിയുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരും എന്നത് നമുക്ക് മനസ്സിലാക്കാം. കോഴിക്കോട് ജില്ലയിലെ നാദാപുരം, വടകര നിയോജക മണ്ഡലങ്ങളിൽ UDFന് വേണ്ടി വോട്ട് മറച്ചു നൽകിയതിൻ്റെ പേരിൽ BJPയുടെ 7ഓളം പ്രാദേശിക നേതാക്കളെ സംഘടനയിൽ നിന്ന് ഇപ്പോഴും പുറത്താക്കിയിരിക്കുകയാണ്. അങ്ങനെ ഒരു വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത്. നേരത്തെ കോഴിക്കോട് ജില്ലയിലെ വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ കോലി സഖ്യം ഉണ്ടായത് നമുക്ക് അറിയുന്നതാണ്. ആ സഖ്യത്തെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. അതേ മണ്ണിലാണ് ഇത്തരമൊരു കൂട്ടുകെട്ട് BJPയിലെ ഒരു വിഭാഗത്തെ UDFന്റെ ഭാഗമായി ചേർത്ത് നിർത്തി പ്രവർത്തിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം പുറത്തു വന്നിട്ടുണ്ട്. ഷാഫി പറമ്പിലും പാറക്കൽ അബ്ദുള്ളയുമാണ് ഇത്തരം ഒരു ഡീലിന് നേതൃത്വം നൽകിയത് എന്ന വാർത്തയാണ് പുറത്തു വന്നത്. മാത്രമല്ല, ഇതിനെ തുടർന്ന് ഈ മേഖലയിൽ സംഘർഷങ്ങൾ കുത്തിപ്പൊക്കാനുള്ള പരിശ്രമങ്ങളും നടന്നു വരികയാണ്. LDF പ്രവർത്തകർക്കെതിരെ കടന്നാക്രമിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ വെളിച്ചത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ബോംബ് ശേഖരം തന്നെ കണ്ടെത്തുന്ന സ്ഥിതി ഉണ്ടായി. അത് പിടിച്ചെടുക്കുന്ന നിലപാട് സ്വീകരിച്ചു. ഇത്തരം നിലപാടുകളെ തടയുന്നതിന് പോലീസിനെ കടന്നാക്രമിക്കുകയും തടയുകയും ചെയ്യുന്ന സമീപനമാണ് ബോധപൂർവം ആ മേഖലയിൽ UDFകാർ, പ്രത്യേകിച്ച് ലീഗുകാർ ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്.